എല്ലാ കച്ചവടക്കാരും കുടവയറൻ മാവേലിയെ പട്ടക്കുടയും ചൂടിച്ച് അങ്ങിറക്കും. 10 കുറഞ്ഞവന്റെ ഒരു ഇളിഞ്ഞ ചിരിയും ആ മുഖത്ത് നമുക്ക് കാണാം. ഓണത്തിനെ കുറിച്ച് പ്രശസ്തമായ പാട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും തന്നെ അതറിയാം. മാവേലി നാട് വാണിയിടും കാലം മാനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലതാനും എന്നാണ് ആ പാട്ടിന്റെ തുടക്കം. ആരെഴുതിയതാണ് ഈ പാട്ട് എന്ന് ഇതുവരെ നിശ്ചയമില്ലാത്ത ഈ ഒരു കവിതയിൽ സമ്പൽ സമൃദ്ധമായ നമ്മുടെ നാടിനെ കുറിച്ച് തന്നെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാ കൃഷികൾക്കും എന്ന പോലെ നെല്ലിനും 100 വിളവതെന്നും എന്നാണ് മറ്റൊരു വരി. നെല്ല് വെറുതെ അങ്ങോട്ട് വിളഞ്ഞു തരികയൊന്നുമല്ല. നല്ല പോലെ അധ്വാനിക്കുന്ന മണ്ണറിഞ്ഞ നാട്ടിൽ മാത്രമാണ് വിളവ് 100 മേനി ഉണ്ടാകുകയുള്ളൂ. 10,000-20 പത്തായമെല്ലാം നിറവതല്ലേ എന്നതിൽ നിന്നും വളരെ വ്യക്തമാണ് പ്രജകൾ അധ്വാനശീലരായിരുന്നു എന്നത്. യഥാ രാജ തഥാ പ്രജ എന്നാണ് പ്രമാണം. രാജാവ് എപ്രകാരമാണോ അപ്രകാരമായിരിക്കും പ്രജയും എന്നർത്ഥം. അതായത് രാജാവായ മഹാബലിയും അധ്വാനിയായിരുന്നു. അങ്ങനെയുള്ള നാട്ടിൽ ഒരാൾക്കും അലസന്മാരുടെ ലോകമായ കുടവയർ ഉണ്ടാകില്ല. നമസ്തേ. അങ്ങനെ ഒരു ഓണക്കാലം സമാഗതമായിരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേരുന്നു. അതോടൊപ്പം ഓണമായാൽ നമ്മൾ കാണുന്നത് ഓരോ കടകളുടെ മുമ്പിലും ജുവലറികളുടെ മുമ്പിലും മറ്റ് പ്രസ്ഥാനങ്ങളുടെ മുമ്പിലും വലിയ വലിയ ഫ്ലക്സ് ബോർഡുകളിലും യഥാർത്ഥ രൂപത്തിലും മഹാബലിയെ അവതരിപ്പിക്കുന്നതാണ്. ഇത്തിരി കുടവേറുള്ളവർക്ക് ഓണക്കാലമായാൽ സുഭിക്ഷമാണ്. ഒരു മഹാബലി വേഷവും കെട്ടി കുടവേറും ചാടിച്ച് ഏതെങ്കിലും ജുവലറിയുടെ മുമ്പിലോ അല്ലെങ്കിൽ കടകളുടെ മുമ്പിലോ സ്ഥാനം പിടിക്കാം. ഇല്ലെങ്കിൽ ഫ്ലക്സിൽ കയറി നിറഞ്ഞു നിൽക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വിഡ്ഢിത്തമാണ് ഈ കാണിക്കുന്നത്. മഹാബലി എന്ന് പറയുന്നത് സാധാരണ രാജാവല്ല, അസുര ചക്രവർത്തിയായിരുന്നു. 3 ലോകങ്ങളും ഭരിച്ചിരുന്ന അതിഗംഭീര ചക്രവർത്തി. ബലി എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ബലവാൻ എന്നായിരുന്നു. രാവണൻ പോലും തോറ്റുമടങ്ങിയ ആ മഹാധീരൻ, അതായത് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്ന പ്രഹ്ലാദന്റെ പൗത്രനാണ് മഹാബലി. ആ മഹാബലിയുടെ പുണ്യപ്രവൃത്തിയിൽ അസൂയ പൂണ്ട ദേവേന്ദ്രൻ അടുത്ത ദേവേന്ദ്ര സ്ഥാനം മഹാബലിക്ക് കിട്ടുമോ എന്ന് പോലും ഭയന്നിരിക്കുന്ന സമയത്താണ് വലിയ ഒരു യാഗം നടത്തി ദേവേന്ദ്ര പദവി നേടാൻ മഹാബലി ശ്രമിച്ചത്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് സാക്ഷാൽ മഹാവിഷ്ണു വാമന അവതാരമെടുത്ത് മഹാബലിയെ, എല്ലാവരും പറയുന്നത് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതാണ്, തെറ്റാണ്. സുതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ദേവേന്ദ്ര പദമാണ്. ആ ദേവേന്ദ്ര പദം അടുത്ത മന്വന്തരത്തിൽ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യുകൂടി ചെയ്തു മഹാവിഷ്ണു. മാത്രമല്ല ആ ദേവേന്ദ്രനായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ മഹാവിഷ്ണു അദ്ദേഹത്തിന് കാവൽ നിൽക്കാമെന്ന് പോലും വാക്കുകൊടുത്തു. അത്ര ഒരു വലിയൊരു വ്യക്തിയെ ഈ വികൃത രൂപത്തിൽ കാണിക്കുന്നത് തെറ്റാണ്. ഹിന്ദുക്കളെങ്കിലും അതിന് തുനിയരുത്. നിങ്ങൾ ഇത് കണ്ട് സങ്കടം തോന്നിയിട്ടാണ് പണ്ട് തിരുവിതാംകൂർ നാട് നീങ്ങിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിനെ ഒരാളിനെ വിളിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന മഹാബലിയുടെ ചിത്രം വരപ്പിച്ച് അദ്ദേഹം അത് പ്രചരണം നടത്തിയത്. അപ്പോൾ അത് നിങ്ങളും മനസ്സിലാക്കുക. ദയവേത് ഹിന്ദുക്കളെങ്കിലും ഈ മഹാബലിയെ വികൃതമായി ചിത്രീകരിക്കരുത്. ഒരപേക്ഷയാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പേരിലും വിജയ് തമ്പി എന്ന വിശ്വഹിന്ദു പരിഷത്തിൻ്റെ അധ്യക്ഷൻ എന്ന പേരിലും എൻ്റെ ഒരു അപേക്ഷയാണ്. ദയവായി സ്വീകരിക്കണം. നന്ദി. ചിത്രകാരന്മാർ നമ്മോട് നിത്യം പറയുന്ന ഓണക്കള്ളമാണ് ഈ ചിത്രം എന്ന് നിസ്സംശയം പറയാം. സ്വന്തം ചരിത്രത്തെയും സംസ്കാരത്തെയും ഇകഴ്ത്തി സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേകതരം പുരോഗമനമായിരിക്കണം ഈ ചിത്രം സൃഷ്ടിച്ചെടുത്തതിന് പുറകിൽ ഉള്ളത്. രാജാവ് സുഖലോലുപനായത് ജനാധിപത്യ കാലത്താണ്. സമ്പൽ സമൃദ്ധം എന്ന് പറഞ്ഞാൽ ഉണ്ടുറങ്ങിക്കിടക്കൽ മാത്രമല്ല, അധ്വാനിക്കുന്നവരുടെ നാടേ ഐശ്വര്യപൂർണമാകുകയുള്ളൂ. മഹാബലി വാണ കേരളം 100 മേനി വിളഞ്ഞ നാടായിരുന്നു. ധർമ്മം പുലർന്ന നാട്, കള്ളത്തരങ്ങൾ ഇല്ലാത്തതും കൃത്യകാലങ്ങളിൽ മഴ പെയ്തിരുന്നതുമായ നമ്മുടെ നാട്. യഥാ രാജ തഥാ പ്രജ എന്നാണ്. രാജാവ് അധ്വാനിയാണെങ്കിലേ പ്രജയും അപ്രകാരമാകൂ. പ്രകൃതി ഇണങ്ങി നിന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ദുരിതാശ്വാസത്തിന്റെ കാര്യം അവിടെ ഉദിക്കുന്നുമില്ല. ഫണ്ട് തട്ടിപ്പിന് അവിടെ പറ്റുകയുമില്ല. കുതന്ത്രങ്ങൾ ഓർത്തിരുന്ന്
ടെൻഷൻ കയറി, ഉറക്കം പോയി, ഗ്യാസ് കയറി, അൾസറായി വയറ് വീർത്ത രാജാവല്ല നമ്മുടെ മഹാബലി. പ്രമേഹ രോഗിയുമല്ല, കോമാളിയുമല്ല അദ്ദേഹം. കള്ളമോ അനീതിയോ ഇല്ലാതിരുന്ന ആ കാലത്തിന് കാരണം രാജാവായിരുന്നു എന്നും ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു എന്ന് കരുതുന്നവർ തീർച്ചയായും ആരോഗ്യ ദൃഢഗാത്രനും ആചാനുബാഹുവുമായ മാവേലിയുടെ ചിത്രം ഇഷ്ടപ്പെടേണ്ടതാണ്. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു ഓണം വരുന്നു. ഓരോ ഓണം വരുമ്പോഴും നമ്മൾ ഓണത്തിന് ആധാരമായവരെ മറന്നുപോകുന്നു എന്ന് സംശയം. ചിങ്ങമാസത്തിലെ തിരുവോണം ഭഗവാന്റെ തിരു അവതാര ദിനമാണ്. വാമനമൂർത്തിയായി ഭഗവാൻ അവതരിച്ച ദിവസമാണ്. ഭഗവാന്റെ ഭക്തനായ ബലിയെ കൂടി നമ്മൾ ഓണത്തിന് സ്മരിക്കുന്നു. മഹാബലിയെ വികൃത വേഷം കിട്ടിയിട്ടാണ് ഇപ്പോ ഇവിടെ പ്രചരിപ്പിക്കുന്നത്. കുടവയറും കൊമ്പമീശയും ഉണ്ടക്കണ്ണും ഒക്കെ ആയിട്ട്. എന്നാൽ ഒരു ഉത്തമനായ രാജാവ് തന്നെ ത്രിലോകങ്ങൾ മുഴുവൻ അടക്കി ഭരിച്ച ആളാണ് മഹാബലി. അദ്ദേഹം നല്ല ശക്തനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. ബലമുള്ളത് കൊണ്ടാണ് ബലിയായത്. അങ്ങനെയുള്ള ആളെ ഒരു കൊടവയറൊക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്, തികച്ചും മോശമാണ്. നാട മുറിക്കാനും ദീപം കത്തിക്കാനും ഞാൻ ദീപം കത്തിക്കില്ല എന്ന് പറയാനും അധ്വാനം തീരെ ആവശ്യമില്ല. വയറ് ചാടാൻ ഉള്ളതായ എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട് താനും. ഞാറുനടൽ ഉദ്ഘാടനത്തിന് വരെ പരവതാനി വിരിച്ച് അതിലൂടെ മണ്ണും ചെളിയും പുരളാതെ വില കൂടിയ ചെരുപ്പിട്ട് വരുന്ന കൃഷിമന്ത്രിമാരുടെ നാടാണ് നമ്മുടേത് എന്നോർക്കണം. കഴിഞ്ഞ ഒരു 25 വർഷത്തെ എല്ലാ മന്ത്രിമാരെയും പരിശോധിച്ചാൽ 99% ഷുഗർ കാണും എന്ന് ഉറപ്പാണ്. കുതന്ത്രങ്ങൾ ആലോചിച്ച് ഗ്യാസ് കയറി അൾസറായി വയർ ചാടും എന്നും ഉറപ്പാണ്. അതുകൊണ്ട് ഏതൊരു രാജാവും കുടവയറിനായിരിക്കണം എന്ന റിവേഴ്സ് ലോജിക്ക് മഹാബലിക്ക് നിങ്ങൾ കൊടുക്കരുത്. കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ലാത്ത ആ കാലത്ത് ടെൻഷൻ മൂലം അൾസറോ ആദി മൂലം മൂലവ്യാധിയോ വരികയില്ല. കസേര നിറഞ്ഞിരിക്കുന്ന ജനാധിപത്യ രാജാക്കളുടെ ഇളിഞ്ഞ ചിരികൂടി മഹാബലിക്ക് വച്ചു കൊടുക്കുന്ന ആ റിവേഴ്സ് ലോജിക്കും ഈ ചിത്രത്തിന് പുറകിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടേക്കാം. നല്ല മഴ പെയ്യും വേണ്ടുന്നേരം എന്നാണ് കവിത. കാലം തെറ്റാതെ മഴ പെയ്യുന്ന നാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനമോ ഫണ്ട് തട്ടിപ്പോ നടന്നിരിക്കില്ല എന്നുറപ്പാണ്. നല്ല കനകം കൊണ്ടെല്ലാവരും നല്ല ആഭരണം അണിഞ്ഞ കാലം എന്നാണ് ആ പാട്ടിലുള്ളത്. അതായത് ഏറ്റവും നല്ല രാജ്യം, ഏറ്റവും നല്ല രാജാവ്. എതിരഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, അല്ലാതെ രാജാവിനെ ഭയന്നിട്ടൊന്നുമല്ല. ദേവന്മാരെ യുദ്ധം കൊണ്ടും ധാർമ്മികത കൊണ്ടും കിടുകിടെ വിറപ്പിച്ച രാജാവായിരുന്നു നമ്മുടെ മഹാബലി. ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്നത് സുമോ ഗുസ്തിയൊന്നും ആയിരുന്നില്ല. നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു നമ്മുടെ മഹാബലി. നല്ല യോദ്ധാവായിരുന്നു, ധീരനായ പോരാളിയായിരുന്നു അദ്ദേഹം. ദേവസൈന്യാധിപനായ സുബ്രഹ്മണ്യൻ പരാജയപ്പെടുന്നിടത്താണ് ദേവരാജാവായ ഇന്ദ്രൻ അവിടെ ഭയക്കുന്നത്. ഇന്ദ്രന്റെ മഹാബലി എന്ന് കേൾക്കുമ്പോഴേ മുട്ടുവിറയ്ക്കുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ വയറൻ മേലിൽ വന്ന് വീണാൽ ഞാൻ ചപ്പിളിയാകും എന്ന ഭയമായിരുന്നില്ല അത്. ധാർമ്മികതയിലും നീതിബോധത്തിലും ദാനശീലത്തിലും യുദ്ധ നൈപുണ്യത്തിലും ധീരതയിലും താൻ മഹാബലിയേക്കാൾ ഏറെ പുറകിലാണ് എന്ന തിരിച്ചറിവും ഭയവുമായിരുന്നു ദേവേന്ദ്രന് അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞതെല്ലാം യുക്തികളാണ്. ഇനി മഹാബലിയുടെ കഥയിലേക്ക് കടന്നാൽ കാണാവുന്ന ഒരു രസികൻ സന്ദർഭം കൂടി പറയാം. രാവണൻ തന്റെ മന്ത്രിയായ പ്രഹസ്തനോടൊത്ത് ലോക സഞ്ചാരം നടത്തുമ്പോൾ അതിവിശിഷ്ടമായ ഒരു കൊട്ടാരം കണ്ടു. രത്നങ്ങളാൽ അലങ്കരിച്ച അതിഗംഭീരൻ ഒരു കൊട്ടാരം. തന്നേക്കാൾ കേമനായ ഒരുവൻ ഈ 14 ലോകത്തുണ്ടോ എന്ന അത്ഭുതവും അസൂയയും അന്ന് രാവണന് വന്നു. ലങ്കാലക്ഷ്മി ലങ്കയിൽ നിൽക്കുമ്പോൾ മറ്റൊരിടത്ത് അതിലും ഐശ്വര്യം എങ്ങനെ എന്ന സംശയവും ഉള്ളിൽ വന്നു. ഒടുവിൽ അകത്തു കയറുന്നു. ഭാര്യ വിന്ധ്യാവലിയോടൊപ്പം ഇരിക്കുന്ന മഹാബലിയെ കാണുന്നു. യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ്. തികഞ്ഞ പോരാളിയുടെ മട്ടും ഭാവവും കണ്ട
രാവണന് ഉള്ളിൽ ഭയം ഏറെയുണ്ട്. ശിവനോടും വിഷ്ണുവിനോടും ചെന്ന് മുട്ടിയപ്പോൾ തോന്നാത്ത ഒരു കിടുകിടുപ്പ്. യുദ്ധത്തിനുള്ള വെല്ലുവിളിയെ ചിരിച്ചു നേരിട്ട മഹാബലി പറഞ്ഞു, ദാ ആ കിടക്കുന്ന കർണാഭരണം എന്റെ മുതുമുത്തശ്ശൻ ഹിരണ്യകശിപു അണിഞ്ഞിരുന്നതാണ്. അത് ചെറുതായി അനക്കാനെങ്കിലും പറ്റുമോ എന്ന്. രാവണ, അങ്ങൊന്ന് ശ്രമിച്ചു നോക്കൂ. അതിന് അങ്ങേക്കായാൽ നമുക്കൊന്ന് ആലോചിക്കാം. യുദ്ധത്തിന്റെ കാര്യം അത്രേ. ആ കർണാഭരണം അണിഞ്ഞ മുത്തശ്ശനെ, അതായത് ഹിരണ്യകശിപിനെ യുദ്ധത്തിൽ വധിച്ച മഹാവിഷ്ണുവാണ് ഈ കൊട്ടാരത്തിൽ ഇപ്പോൾ എന്റെ കാവൽക്കാരനായി നിൽക്കുന്നത്. ഹിരണ്യകശിപിന്റെ മകൻ പ്രഹ്ലാദന്റെ മകൻ വിരോചനന്റെ മകനായ മഹാബലിയാണ് ഞാൻ. അപ്പോൾ എങ്ങനെയാണ് യുദ്ധം വേണ്ടത്? രാവണൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിയതാണ് അന്ന് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മഹാബലിയുടെ രൂപം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ നാട്ടിലുള്ളതെല്ലാം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ ഈ കുടവയറിനെ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട് സഹികെട്ടാണ് തിരുവിതാംകൂർ മുൻ മഹാരാജാവ് നാടു നീങ്ങിയ ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു ചിത്രകാരനെ വരുത്തി തന്റെ മനസ്സിലുണ്ടായിരുന്ന മഹാബലിയുടെ രൂപം വരപ്പിച്ചത്. അതിന് ധാരാളം പ്രചാരം ലഭിക്കുകയും ചെയ്തു. പൊളിവചനങ്ങളും കള്ളത്തരങ്ങളും എള്ളോളമില്ലാതിരുന്ന ഈ രാജ്യത്തെ ഭരിച്ചിരുന്ന മഹാബലിയെ ആദരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ ഉത്രാടം തിരുനാൾ മഹാരാജാവ് വരപ്പിച്ച മഹാബലിയുടെ ആ രൂപം തന്നെ ഉപയോഗിക്കണം എന്ന ഒരു അപേക്ഷയുണ്ട്. ദേവരാജൻ ഇന്ദ്രൻ ഏറ്റവും ഭയന്നിരുന്ന അതിശക്തൻ, യുദ്ധ നൈപുണ്യൻ, ധർമ്മിഷ്ഠൻ, നീതിമാൻ, ദാനശീലൻ, അതായിരുന്നു നമ്മുടെ സാക്ഷാൽ മഹാബലി. ഇന്നാട്ടിലെ എന്തും മോശമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർക്കായി മഹാബലിയെ കുറിച്ച് കള്ളം വരച്ച ചിത്രകാരന്റേതാണ് ഈ കുടവയറൻ കോമാളി രൂപം. ഇനിയെങ്കിലും അത് ഹിന്ദുക്കളെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ. ഇതൊരു അപേക്ഷ മാത്രമായി നിങ്ങൾ കരുതുക. കള്ളങ്ങൾക്ക് പുറകെ പോയാൽ നമ്മളും കള്ളനോ കള്ളത്തിയോ ആകും. അത് നിങ്ങൾ സൂക്ഷിക്കുക.